വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. വഞ്ചിപ്പാട്ട് ആലപ്പുഴ ജില്ലക്കാരുടെയും പമ്പയാറ്റിൻ തീരത്തുള്ളവരുടെയും രക്തത്തിൽ അലിഞ്ഞതാണ്. മുൻ കായംകുളം MLA CK സദാശിവൻ സഖാവ് വഞ്ചിപ്പാട്ടിൻ്റെ ആശാനാണെങ്കിലും സുധാകരൻ മന്ത്രിയും മോശക്കാരനല്ല. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും മന്ത്രിയെ വഞ്ചിപ്പാട്ട് പാടിയാണ് സ്വീകരിക്കുക. പഴയ ഇറിഗേഷൻകാരുടെ കല്ലല്ലേ കിടക്കുന്നത് അല്ലേ, അലങ്കോലപ്പെട്ട് കിടക്കുന്നു, വാരിട്ടിരിക്കുകയല്ലേ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. വക്രദൃഷ്ടി നിയമസഭാ നടപടിക്രമങ്ങളെ വക്രീകരിച്ചു കാണിക്കുന്നതായി സ്പീക്കർ ശ്രീരാമകൃഷ്ണന് പരാതിയുണ്ട്. പ്രിവിലേജ് വരെ എടുക്കാൻ അധികാരമുള്ള സ്പീക്കർ പക്ഷേ വിമർശനം മാത്രമേ നടത്തുന്നുള്ളൂ. വക്രദൃഷ്ടി ആത്മവിമർശനം നടത്തുന്നതാണെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കറെ അറിയിക്കട്ടെ. നിയമസഭയിലെ ഇടപാടെന്ന് പറഞ്ഞാൽ അവിടെ വക്രീകരിച്ച പരിപാടികൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മണി കഴിഞ്ഞാലേ പണ്ട് ചാനൽ ചർച്ചകൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നതെങ്കിൽ ഇപ്പോൾ വക്രദൃഷ്ടി അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും പ്രധാനപ്പെട്ട സംഭവ സ്ഥലങ്ങളും കേരളത്തിൻ്റെ നിയമസഭയാണ്. രംഗങ്ങൾക്കിടയിൽ സിനിമയിൽ നിന്നുള്ള രംഗങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ചേർക്കും. എന്നോടൊരു വല്യമ്മച്ചി ചോദിച്ചു, അല്ല മോനെ, ഈ സത്യനും പ്രേംനസീറും ഒന്നും മരിച്ചു പോയിട്ടില്ലേ? ഈ സിനിമാ നടന്മാരൊക്കെ നിയമസഭയിൽ അംഗങ്ങളാണോ? കാരണം അമ്മച്ചിക്ക് മാറിപ്പോയി. സിനിമയുടെ ആളുകളെയും നിയമസഭയിലുള്ളവരെയും കൂട്ടി യോജിപ്പിച്ചിങ്ങനെ കാണിക്കുമ്പോൾ ഇതൊക്കെ സഭയിലാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ഇത് കണ്ടിട്ട് ആളുകളിൽ പലരും ധരിച്ചിട്ടുള്ളത് സഭാതലത്തിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ മാത്രമാണെന്നാണ്. ബഹളങ്ങൾ ഉണ്ടായാൽ അത് കാണിക്കാനും മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. മാന്യമായി അവിടെ ചർച്ച നടക്കുമ്പോൾ അത് മാധ്യമങ്ങൾ വരില്ല. സ്പീക്കറുടെ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.